ബീഹാറിൽ നിന്നും കോഴിക്കോടേക്ക് മതപഠന കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന 21 കുട്ടികളെയും തിരിച്ചയച്ച് കോഴിക്കോട് ആസ്ഥാനമായ മതസ്ഥാപനം. ഈ സ്ഥാപനത്തിന് ജെ ആക്ട് പ്രകാരം അംഗീകാരമില്ലാത്തതിനെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ മാസം 10-നാണ് തിരിച്ചറിയൽ രേഖകളില്ലാതിരുന്ന 2 ബീഹാർ സ്വദേശികളെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തിയത്. ജനം TV നൽകിയ തുടർ വാർത്തകൾക്ക് പിന്നാലെയാണ് അധികൃതരുടെ ഇടപെടലുണ്ടായത്. അരുൺ ആലത്തൂരാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ അനധികൃതമായി മതസ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ തുടർ വാർത്ത നൽകിയ ഈ മതസ്ഥാപനവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് എന്താണ് പറയും? ഗൗതം, കഴിഞ്ഞ ജനുവരി 10-ാം തീയതിയായിരുന്നു പാലക്കാട് ഒലവക്കോട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ 21 കുട്ടികളെ പ്ലാറ്റ്ഫോമിൽ സംശയാസ്പദമായ നിലയിൽ കണ്ടത്. ബീഹാറിലെ കിഷൻഗഞ്ചിൽ നിന്നുള്ള 21 കുട്ടികളും അവരോടൊപ്പം 2 മുതിർന്ന ആളുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. സംശയം തോന്നി റെയിൽവേ പോലീസ് ആദ്യം പരിശോധിച്ചു, RPF ഇവരെ പരിശോധിച്ചു. അതിനുശേഷം അവർ കൈവശം മതിയായ രേഖകളില്ല എന്നുള്ളത് കണ്ടെത്തുകയായിരുന്നു. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഫാത്തിമ ഹിസ്ബുൾ ഖുർആൻ അക്കാദമിയിലേക്ക് എന്ന പേരിലാണ് ഇവരെ കൊണ്ടുവന്നത് എന്നുള്ളതും കണ്ടെത്തുകയുണ്ടായി. ഏതായാലും ഇത്തരത്തിൽ കുട്ടികളെ കണ്ടെത്തി അവരെ CWCയിലേക്ക് മാറ്റിയെന്നുള്ള വാർത്ത അന്ന് നമ്മൾ ജനം TV ആദ്യം പുറത്ത് എത്തിച്ചിരുന്നു. അതിന് പിന്നാലെ ഈ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫാത്തിമ ഹിസ്ബുൾ ഖുർആൻ അക്കാദമി, ഈ സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല എന്നുള്ള വിവരങ്ങളും നമ്മളന്ന് കണ്ടെത്തുകയുണ്ടായി. അത് സംബന്ധിച്ച വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും നമ്മുടെ വാർത്ത ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തലും ഉണ്ടായിരിക്കുന്നത്. ജെ ആക്ട് പ്രകാരം അംഗീകാരമില്ലാത്തതാണ് ഈ സ്ഥാപനം എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ 21 കുട്ടികളെയും തിരിച്ച് ബീഹാറിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും പാലക്കാട് ജില്ലയിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തുടർച്ചയായി 3-ാം തവണയാണ് മതിയായ രേഖകളോ മറ്റോ ഇല്ലാതെ ഈ ബീഹാർ, അതുപോലെ തന്നെ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളെ കൊണ്ടുവരുന്നതും പിന്നീട് അവരെ പിടികൂടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ ബീഹാറിൽ നിന്ന് കൊണ്ടുവന്ന 21 കുട്ടികൾ, അവർക്ക് മതിയായ രേഖകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മതപഠന കേന്ദ്രത്തിന് ജെ ആക്ട് പ്രകാരം അംഗീകാരമില്ല എന്നുള്ള കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടികളെ തിരിച്ച് ബീഹാറിലേക്ക് CWC അയക്കുന്നത്. ഓക്കെ, അരുൺ ആലത്തൂരാണ് വിവരങ്ങളുമായി ചേർന്നത്.